അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്ന് 7ാം ക്ലാസ്സിലെ അഹ്കാമു തജ്വീദിലെ രണ്ടാമത്തെ പാഠമാണ് നാം നോക്കുന്നത്. അദ്ദർസു സാനി അർ റസ്മുൽ ഉസ്മാനി. പരിശുദ്ധ ഖുർആനിൻ്റെ ഭാഷ അറബിയാണെങ്കിലും സാധാരണ അറബി എഴുത്തിൻ്റെ പൊതു നിയമത്തിൽ നിന്ന് വ്യത്യസ്തമായാണ് ഖുർആനിലെ പല പദങ്ങളുടെയും എഴുത്ത്. ഈ എഴുത്ത് രീതിയാണ് അർ റസ്മുൽ ഉസ്മാനി. ഈ രീതിക്ക് വിരുദ്ധമായി ഖുർആൻ എഴുതാൻ പാടില്ല. അർ റസ്മുൽ ഉസ്മാനിയിൽ പ്രധാനമായും 6 നിയമങ്ങളാണുള്ളത്. 1. അൽ ഹദ്ഫ്, അക്ഷരങ്ങൾ ഒഴിവാക്കൽ. ചില പദങ്ങളിൽ നിന്ന് ചില അക്ഷരങ്ങൾ ഒഴിവാക്കിയാണ് ഖുർആനിൽ എഴുതിയിട്ടുള്ളത്. ഉദാഹരണം, അർ റസ്മുൽ ഖിയാസി അർ റഹ്മാൻ, അർ റസ്മുൽ ഉസ്മാനി അർ റഹ്മാനി, അവിടെ അലിഫ് ഒഴിവാക്കിയിട്ടാണ് എഴുതിയിട്ടുള്ളത്. പിന്നെ യൽവൂന അവിടെ നോക്കുക. 2. അസിയാദ, അക്ഷരങ്ങളെ കൂടുതലാക്കൽ. സാധാരണ എഴുത്തിൽ കാണാത്ത അക്ഷരങ്ങളെ ചില പദങ്ങളിൽ എഴുതിയിട്ടുണ്ട്. ഉദാഹരണം, അൽ ഖിയാസി കാണാം ല അദ്ബഹന്നഹു, അവിടെ റസ്മുൽ ഉസ്മാനിയിൽ ല അദ്ബഹന്നഹു എന്ന അവിടെ അലിഫ് കൂടുതലാക്കി എഴുതിയിട്ടുണ്ട്. ഇനി 3ാമത്തേതാണ് അൽ ബദൽ, ഒരക്ഷരത്തിനു പകരം മറ്റൊന്ന് കൊണ്ടുവരൽ. ഉദാഹരണം അവിടെ കാണാം ഖിയാസി സ്വലാത്ത്, റസ്മുൽ ഉസ്മാനി സ്വലാത്ത്, അവിടെ ഉസ്മാനി അവിടെ എന്തുണ്ട്, അലിഫിന് പകരമായിട്ട് വാവിനെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി 4ാമത്തേതാണ് അൽ ഹംസ്, ഹംസിൻ്റെ വ്യത്യസ്തമായ എഴുത്തു രീതി. ഉദാഹരണം, ഇത് അൻദറ മുഅജ്ജലൻ ഫിഅത്തുൻ സമാഅൻ. അപ്പോൾ ഹംസ അത് അലിഫിൻ്റെ മുകളിലായിട്ട് വരും, അതുപോലെ തന്നെ വാവിൻ്റെ മുകളിൽ യാഇൻ്റെ മുകളിൽ പിന്നെ കാലില്ലാതെയും വരും. ഇനി 5 അൽ വസ്ലു വൽ ഫസ്ലു. അൽ വസ്ലു എന്ന് പറഞ്ഞാൽ പിരിച്ചെഴുതേണ്ട കലിമത്തിനെ ചേർത്തെഴുതുക. ഉദാഹരണം, അൽ ഖിയാസി ലിക്കൈല, ഉസ്മാനി ലിക്കൈല, അവിടെ ചേർത്തെഴുതേണ്ടതാണ്, അതിന് പിരിച്ചെഴുതിയിട്ടുണ്ട്. ഇനി അൽ ഫസ്ൽ, ചേർത്തെഴുതേണ്ടതിനെ 2ആയി പിരിച്ചെഴുതുക. ഉദാഹരണം, അൽ ഖിയാസി ഇൽ യാസീൻ, അൽ റസ്മുൽ ഉസ്മാനി ഇൽ യാസീൻ. ഇനി 6ാമത്തെ നിയമം, മാ ഫീഹി ഖിറാഅത്താനി ഫകുത്തിബ ബിഇഹ്ദാഹുമാ, 2 വീതം ഖിറാഅത്തുള്ള പദങ്ങളെ ഒരു ഖിറാഅത്ത് പ്രകാരം എഴുതുക. ഖിയാസി അവിടെ കാണാം മാലിക്കി, ഉസ്മാനി മാലിക്കി, അവിടെ മാലിക്കി എന്നുള്ളത് ചേർത്തിട്ടും ചേർക്കാതെയുമുണ്ട്. ഇനി അതിൻ്റെ വർക്ക് ബുക്ക് നമുക്ക് നോക്കാം. അദ്ദർസു സാനി അർ റസ്മുൽ ഉസ്മാനി. നഖറഉൽ കലിമാത്തിൽ ആത്തിയത്ത വനക്തശിഫു മിൻഹ ഖവായിദ റസ്മുൽ ഉസ്മാനി. ശേഷം കൊടുത്തിരിക്കുന്ന ആ വാക്കുകൾ നോക്കി അതിലെ റസ്മുൽ ഉസ്മാനി നിയമം നിങ്ങൾ കണ്ടുപിടിക്കുക. ഓരോ ഉദാഹരണങ്ങൾ അവിടെ ഉണ്ട്. മാലിക്കി, അവിടെ മാഫിയ ഖിറാഅത്താനി ഫകുത്തുബ ഇഹ്ദാഹുമയാണ്. കുല്ലമാ അൽ ഫസ്ലാണ്. അല്ലൻ അവിടെ വസ്ലാണ്. സ്വലാത്ത് അവിടെ ബദലാണ്. ല അദ്ബഹന്നഹു സിയാദത്ത്. ഈലാഫിഹിം എന്നുള്ളത് വസ്ലാണ്. ഈ യാ നൂഹ് എന്നുള്ളത് വസ്ലാണ്. സൗരീക്കും എന്നുള്ളത് സിയാദത്താണ്. പിന്നെ നിഅമത്ത എന്നുള്ളത് ബദലാണ്. ലിക്കൈല വസ്ല്. ഇല്യാസീൻ ഫസ്ല്. ഔലാമസ്തും അവിടെ വസ്ല്. ഇനി ചോദ്യം കാണാം, അർ റസ്മുൽ ഉസ്മാനി എന്നാൽ എന്ത്? പരിശുദ്ധ ഖുർആനിൻ്റെ ഭാഷ അറബിയാണെങ്കിലും സാധാരണ അറബി എഴുത്തിൻ്റെ പൊതു നിയമത്തിൽ നിന്ന് വ്യത്യസ്തമായാണ് ഖുർആനിലെ പല പദങ്ങളെയും എഴുത്ത്. ഈ എഴുത്ത് രീതിയാണ് അർ റസ്മുൽ ഉസ്മാനി. ഇനി 2. അർ റസ്മുൽ ഉസ്മാനിയിലെ പ്രധാന നിയമങ്ങൾ ഏതെല്ലാം? ഉത്തരം 6. അൽ ഹദ്ഫ്, അസിയാദത്ത്, അൽ ബദൽ, അൽ ഹംസ്, അൽ വസ്ൽ വൽ ഫസ്ൽ. മാ ഫീഹി ഖിറാഅത്താനി ഫകുത്തിബ ബിഇഹ്ദാഹുമാ. ഇനി അവിടെ കാണാൻ നുബയ്യിൻ, വ്യക്തമാക്കുക. അൽ ഹദ്ഫ്, ചില പദങ്ങളിൽ നിന്ന് ചില അക്ഷരങ്ങൾ ഒഴിവാക്കിയാണ് ഖുർആനിൽ എഴുതിയിട്ടുള്ളത്. സിയാദത്ത്, സാധാരണ എഴുത്തിൽ കാണാത്ത അക്ഷരങ്ങളെ ചില പദങ്ങളിൽ എഴുതിയിട്ടുണ്ട്. ബദൽ, ഒരക്ഷരത്തിന് പകരം മറ്റൊന്ന് കൊണ്ടുവരൽ. വസ്ൽ, പിരിച്ചെഴുതേണ്ട കലിമത്തിനെ ചേർത്തെഴുതുക. ഫസ്ൽ, ചേർത്തെഴുതേണ്ട കലിമത്തിനെ 2ആയി പിരിച്ചെഴുതുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.